അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മുഅ്മിനീങ്ങളെ, അഭയം അല്ലാഹു മാത്രം എന്ന മൊഡ്യൂളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ബോധമാണ് അവനിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്നത്. ഫമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിലുള്ള എല്ലാ അനുഗ്രഹവും അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. നാം സ്വന്തമായി സൃഷ്ടിച്ച ഒരു പൊടി മണ്ണ് പോലും ഈ പ്രപഞ്ചത്തിലില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. ഈ പ്രപഞ്ചത്തിലെ ഒരു ഇല പോലും നമ്മളാരും ഡിസൈൻ ചെയ്തതല്ല. നമ്മുടെ വീട് നിൽക്കുന്ന പ്രദേശത്ത് പോലും നാം ആരും നിർമ്മിച്ച ഒരു കല്ല് പോലുമില്ല. എല്ലാം അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെട്ടു എന്നറിയുന്ന സമയത്തും നാം ചൊല്ലാറുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം എല്ലാം അള്ളാഹുവിൻ്റേതാണല്ലോ, അവനിലേക്കാണല്ലോ നമുക്ക് മടങ്ങിപ്പോകാനുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രം അള്ളാഹുവാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചതും ലഭിക്കാനുള്ളതും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഏതൊരു വിശ്വാസിക്കും അറിയാവുന്ന യാഥാർത്ഥ്യമല്ലേ, അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ രൂപപ്പെടുത്തിയെന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ കൽബിൽ നമ്മോടൊരു സ്നേഹം അള്ളാഹു ഇട്ടുകൊടുത്തു. നമ്മുടെ ഇണ നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നമ്മെ ഇഷ്ടപ്പെടുന്നു. ആരാണ് അവരുടെ കൽബിൽ നമ്മോടുള്ളൊരു ഇഷ്ടവും പലർക്കും നമ്മെ അനുസരിക്കാനുള്ള ബോധവും ഫീഡ് ചെയ്തത്? അള്ളാഹു മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം സ്വർഗത്തിൽ പോകണമെന്ന് നമ്മേക്കാളേറെ കൊതിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് തിന്മ സംഭവിച്ച ശേഷം തൗബ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് വലിയ ക്രൂരതയാണ് ചെയ്യുന്നത്. ഫമല്ലം യത്തുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. തൗബ ചെയ്യാത്തവൻ വലിയ ക്രൂരതയാണ് ചെയ്യുന്നത്. പലയിടങ്ങളിലായി അള്ളാഹു ആവർത്തിക്കുന്നൊരാശയമുണ്ട്, വമാ ളലംനാഹും. നാം ഒരാളെയോടും അക്രമം കാണിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യനോടാണ് അക്രമം കാണിക്കുന്നത്. അഥവാ അള്ളാഹു വലിയ പവിത്രതയോടുകൂടെ നൽകിയ നമ്മുടെ ആരോഗ്യത്തെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അധാർമികതയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം അതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയായ തൗബ പോലും ചെയ്യാതിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു, ഫമല്ലം യത്തുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. തെറ്റ് സംഭവിച്ച ശേഷം അതിൽ നിന്ന് ശുദ്ധീകരിച്ച് തൗബ ചെയ്ത് നന്നാവാത്തവൻ അവനാണ് യഥാർത്ഥത്തിൽ സ്വന്തത്തോട് ക്രൂരത കാണിച്ചവൻ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പലയിടങ്ങളിലായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് പാപമോചനത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ് എന്ന്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൽ നാം സ്വർഗത്തിൽ പോകണമെന്ന് നമ്മുടെ നഫ്സ് നമുക്ക് വേണ്ടി കൊതിക്കുന്നതിനേക്കാളേറെ അള്ളാഹുവിന് കൊതിയുണ്ട്. യദ്ഉക്കും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും. നിങ്ങൾക്ക് പാപമോചനം നൽകാൻ അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു. യുരീദുല്ലാഹു അൻ യതൂബ അലൈക്കും. നിങ്ങളുടെ തൗബയെ സ്വീകരിക്കാനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. അഥവാ ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകണമെന്ന് ഏറെ കൊതിക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. അറിയണേ നമ്മുടെ റബ്ബിനെക്കുറിച്ചൊരു യാഥാർത്ഥ്യവും കൂടി. വിശുദ്ധ ഖുർആൻ ചില സ്ഥലങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വമാക്കാന റബ്ബുക നസിയ. നിൻ്റെ റബ്ബൊരിക്കലും ഒന്നും മറന്നു പോകില്ല. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സെക്കൻഡ് അള്ളാഹു നമ്മെ ഓർത്തിട്ടില്ല എന്ന് പറയാനാകുമോ? അള്ളാഹു നമ്മെ മറന്ന ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്തുണ്ടായിട്ടുണ്ടോ? എന്നാൽ ഒരു 160 165 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള എന്നെയും നിങ്ങളെയും ഒരു സെക്കൻഡ് പോലും ഓർക്കാത്ത റബ്ബ് ഒരു പണിയുമില്ലാതിരിക്കുന്നവനല്ല. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. ആകാശഭൂമിയുടെ മൊത്തം അധികാരം റബ്ബിൻ്റെ കയ്യിലാണ്. കോടാനുകോടി ഗാലക്സികളെ, അതിനേക്കാളേറെ ജീവജാലങ്ങളെ,
മനുഷ്യരെ എല്ലാവരുടെ ജീവിതത്തിലും ഓരോ സെക്കൻഡിലും നൽകേണ്ടതൊക്കെ നൽകുകയും ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വേണ്ട പോലെ ശുക്ർ ചെയ്തിട്ടില്ലാത്ത, വേണ്ട പോലെ അള്ളാഹുവോട് നന്ദി കാണിച്ചിട്ടില്ലാത്ത, ദിക്ർ ചൊല്ലിയിട്ടില്ലാത്ത എന്നെയും നിങ്ങളെയും ഒരു സമയത്ത് പോലും അള്ളാഹു മറക്കുന്നില്ല എന്നുള്ളത്, നമുക്ക് മടങ്ങിപ്പോകാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണെന്ന ബോധം നമ്മിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളോടൊപ്പം അള്ളാഹുവുണ്ട്, നിങ്ങൾ പറയുന്നതിനെ അവൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതിനെ അവൻ അറിയുന്നുണ്ട്. അവൻ അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഈ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ ഉടമ അള്ളാഹു മാത്രമാണ്. ആ റബ്ബ് നമ്മെ മറക്കില്ല, ആരൊക്കെ നമ്മെ മറന്നാലും. ആ റബ്ബ് നമ്മെ ആട്ടിയോടിക്കില്ല, ആരെല്ലാം നമ്മെ ആട്ടിയോടിച്ചാലും. ഒരു സെക്കൻഡ് പോലും നമ്മിൽ നിന്ന് ശ്രദ്ധ തെറ്റാതെ നമുക്കാവശ്യമായതൊക്കെ ചെയ്തു തരുന്നവൻ അള്ളാഹു മാത്രം. ചരിത്രത്തിൽ സത്യസന്ധമായി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ഒരാളെയും അള്ളാഹു നിരാശരാക്കിയില്ല. ഹൃദയത്തിൽ ബോധത്തോടുകൂടെ നാഥ എന്ന് വിളിച്ച ഒരാളെ അള്ളാഹു ആട്ടിയോടിച്ചിട്ടില്ല. ഭൗതിക ചിന്ത കൊണ്ട് സാധ്യമാകില്ലെന്ന് കരുതുന്ന സാഹചര്യത്തിൽ പോലും അള്ളാഹു തആല സഹായിച്ചതല്ലേ ചരിത്രത്തിലുടനീളം കാണുന്നത്. മൂസ നബി അലൈഹി സ്വലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രംഗം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രംഗം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വാളേന്തി നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ റബ്ബുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവക്കുലിൻ്റെ ബോധം നമ്മുടെ ജീവിതത്തിലും ഒരാവർത്തി നാം ചിന്തിക്കേണ്ടതുണ്ട്. ആ അള്ളാഹുവിൻ്റെ കഴിവൊന്നും കുറഞ്ഞു പോയിട്ടില്ല. ആ അള്ളാഹുവിനൊന്നും ചോദിക്കുന്നവന് നൽകാൻ മടിയില്ല. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് നൽകി എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ സമീപത്തുള്ളതിൽ നിന്നൊരൽപ്പം പോലും കുറഞ്ഞു പോയിട്ടില്ല. നമുക്കും സത്യസന്ധമായി പറയാം, ഞാനെല്ലാം എൻ്റെ റബ്ബിനെ ഏൽപ്പിക്കുന്നു, എന്നിലുള്ളതെല്ലാം എൻ്റെ റബ്ബിൻ്റേത് മാത്രം, എൻ്റേതെന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റേത് മാത്രം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.